ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വേഗത്തിൽ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 മുട്ടയ്ക്ക് വേണ്ട ഉപ്പും 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. അതിന് പകരം കൊറിയാൻഡർ ലീവ്സ് ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ ചുവന്ന പച്ചമുളക് ഉള്ളതുകൊണ്ട് ഒരെണ്ണം ഞാനത് ചേർത്തിട്ടുണ്ട്. പച്ച നിറത്തിലുള്ളത് ഞാൻ വളരെ കുറച്ചുമാണ് ചേർത്തിരിക്കുന്നത്. ചുവന്ന മുളകില്ലെങ്കിൽ നിങ്ങൾ പച്ച നിറത്തിലുള്ള പച്ചമുളക് തന്നെ ഉപയോഗിക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെക്കാനുള്ള വെജിറ്റബിൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ് നേരിയതായിട്ട് അരിഞ്ഞതും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാളയുടെ പകുതി ഹാഫ് സ്ലൈസ് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. മല്ലിയില പൊടിയായി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയണൈസാണ് ചേർക്കുന്നത്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ടുണ്ട്. മയണൈസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കാതിരിക്കുക. പിന്നെ വേണമെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ബ്രെഡിൽ വെക്കുന്നതാണ് കേട്ടോ. ഇനി ടോസ്റ്റ് ചെയ്യാനുള്ള ബ്രെഡ് വേണം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഒരു സൈഡൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഈ 4 സ്ലൈസ് ബ്രെഡ് കൊണ്ട് നമുക്ക് 2 ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ വേണ്ടവർ ഇതനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ഒരു സൈഡ് നമ്മൾക്കൊന്ന് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ദോശത്തവ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കിത് ഈ ഒരു പാനിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദോശത്തവയിൽ ഈ 4 കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഒരു സൈഡ് ഇതുപോലെ മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ബ്രെഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റിനുള്ള ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ചും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത എഗ്ഗിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പകുതി ബാറ്റർ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ബ്രെഡിൻ്റെ ഭാഗം മുട്ടയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. മുട്ട കുക്കാകുന്നതിന് മുമ്പ് തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി മുട്ട ആവശ്യത്തിന് ഫ്രൈ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. താഴെ ഭാഗം മുരിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടാം. 2 സ്പൂണ് ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത്. ഇനി ഫ്രൈ ആയ മുട്ടയുടെ 4 അരികും ഒന്ന് മുകളിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ മടക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അടുത്തത് ഞാൻ മടക്കാത്ത രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ.
ഇനി ഇതിൻ്റെ പുറത്തേക്ക് 2 സ്ലൈസ് ചീസ് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. ചെറിയ ചീസ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വേണമെങ്കിൽ നിങ്ങൾ മടക്കാതെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ചാൽ മതിയാകും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ്ചർ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ മിക്സ്ചർ ആവശ്യത്തിന് വെച്ചതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസിൻ്റെ മുരിഞ്ഞ ഭാഗം ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. വെജിറ്റബിളിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി പാനിലേക്ക് കുറച്ച് ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഗീ ആണ് കേട്ടോ ചേർക്കുന്നത്. ഈ ബ്രെഡിൻ്റെ പുറത്തും കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോഴേക്കും ഈ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. എണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ താഴെ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പാകത്തിന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതെല്ലാം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ വെജിറ്റബിളും ചീസൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ കരിയാതെ കിട്ടും. ഇപ്പോൾ ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് 1 റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചീസൊക്കെ മെൽറ്റായത് നമുക്ക് ഇതിൻ്റെ അരികിലൂടെ കാണാം. നമുക്കിനി അടുത്ത ടോസ്റ്റും കൂടി ഉണ്ടാക്കാം. അത് ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്തത് ഫോൾഡ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. കുക്കിങ്ങിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാകും. നേരത്തെ ചെയ്തതുപോലെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു പീസ് ബ്രെഡ് വയ്ക്കുക. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്യണതിന് പകരം നമുക്ക് ഫോൾഡ് ചെയ്യാതിരിക്കാം. ഫോൾഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ 4 വശവും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്യാതെ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതറിയില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുത്താലും മതിയാകും. ഇതിൻ്റെ പുറത്തേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ ചീസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്താണ് വെക്കുന്നത്. അത് ബ്രെഡ് ഇരിക്കുന്ന നേരെ മുകളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇത് മടക്കാതെയും ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ചീസ് സ്ലൈസിന് പകരം ചീസ് ബ്ലോക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് തൂവി കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ്ചർ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് മുരിഞ്ഞ ഭാഗം വെജിറ്റബിളിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. ഗീയോ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതിയാകും. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. ഓംലെറ്റ് ഫോൾഡ് ചെയ്യാതെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ 4 സൈഡും ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. താഴെ ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ നല്ലതുപോലെ ടോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ 2 ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ കൊതി തോന്നുന്ന ബ്രെഡ് ടോസ്റ്റാണ്. ഇതിൽ വെച്ചിരിക്കുന്ന ചീസ് സ്ലൈസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോണതിന് മുമ്പേ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇതിലൂടെ കുട്ടികൾക്ക് ആവശ്യമുള്ള വെജിറ്റബിളും അവരുടെ ഉള്ളിലാകുകയും ചെയ്യും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിളും ചീസൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് വളരെയധികം വിശപ്പ് തോന്നും, വേഗം കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് മണവും രുചിയുമുള്ള ഒരു സ്നാക്കാണിത്. രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്